മനുഷ്യങ്ങളാ വേണ്ടിയിട്ടാണല്ലോ ഈ ദേവനം പ്രഭാതത്തിനൊക്കെ കണ്ടല്ലോ കഞ്ഞി നിങ്ങളെല്ലാം അറിയാം. കാലത്ത് ആ ഒരു ഭയം ഉണ്ടായി എൻ്റെ ആരാണ്ട് എടുക്കാതെ തമിഴി അതുകൊണ്ട് ഒരു കാലത്ത് നട്ട് വളർത്തുന്നല്ലോ കഞ്ഞിരാശിയാണല്ലോ എൻ്റെ അടിക്കാടകത്ത് അകമ്പടിമാരുടെ കഞ്ഞിരാശിയാണ് ദേവൻ പഠിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വിളിക്കുന്ന കാലത്ത് പ്രധാനം വേണ്ടി വന്നില്ല ഇന്ന് വളർത്തിയിട്ട് എത്ര വളർത്തി വേണമാ തികയോ വളർത്തിയതെല്ലാം ദേവൻ നടത്തിക്കൊള്ളാം. തികഞ്ഞൊന്നും വരില്ല എന്നിരിക്കുന്ന ഭയം ഉണ്ടായിരുന്നാണ് അതാണ് അടുത്തതാ ഒരു വളർത്തിയെല്ലാം വന്ന് പോയി കഥപടി ഇവിടെ ഏവരും സകലും കുറയും ഉത്തരാശികളാണല്ലോ കടൽ കഴിഞ്ഞ് കിടന്നിട്ട് കൈയെടുക്കണങ്ങളല്ല അങ്ങനെയല്ല കൂടാ. അതുകൊണ്ട് ഇന്ന് മുഴുവനാലും സാധ്യമാകാത്ത കാര്യമാകുന്നല്ലോ മഹാരോഗരെ കൊണ്ട് അല്ലേ സാധ്യമാക്കി തന്നത് എടുക്കാത്ത നമ്മുടെ അല്ലേ. അതുകൊണ്ട് വിശ്വസിക്കാവോ ദേവന വിശ്വസിക്കാല കണ്ടാൽ ഇമ്പമില്ലാത്ത ദേവനാണ് അടിപോയ കത്തി കണ്ടം മുറിഞ്ഞവില്ലേ പൊട്ടൻ കുത്തി വെടിക്കച്ചില മുമ്മുടിത്തുക്കും മൂന്ന് കൊടുവാർത്തയാണ് എനിക്കെൻ്റെ ശ്രീമഹാദേവൻ തിരുവടി സമ്മതിച്ചിട്ടുള്ളത്. അതുകൊണ്ടാവണല്ലോ എല്ലാ കൂട്ടുകാര്യം കണ്ടോനിടുക്കില കൊണ്ടുവനൊട്ടും വിട്ടിട്ടില്ല. ഇന്നലെ മുന്നേ എൻ്റെ വാലെ തൊട്ട് വയ്യെ കൂടിയാൽ മാത്രം മതി. കാണി പോലും കറുപ്പ് കാണാത്ത ദേവനാണല്ലോ. കൊടുത്തിരുവത്തിങ്കൽ വാഴും ദൈവം വാഴും എൻ്റെ ശ്രീമഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ കർണൻ അതുകൊണ്ട് എടുക്കാതെ തമ്പിടിമാരെ കാരണ അതുകൊണ്ട് ഇടുക്കുവത്തിന് കേട്ടിട്ട് ആത്തെങ്കിലുണ്ടാകാം. പൂക്കളടമ്പടി അഭിമാനമാകല്ല കണിയാനപ്പൻ്റെയും പനാനപ്പൻ്റെ അമരഭൂമിക്കകത്തെ അഭിമാനം ഉണ്ടല്ലോ. ദേവക്കളെമ്പടി അഭിമാനം കുറയാടിയിട്ട കൊള്ളാൻ ദേവൻ ഉണ്ടാത്തകമ്പടി അതുകൊണ്ട് ഇല്ലെങ്കിലും എന്തെങ്കിലും മൊഴിയെത്തിങ്കിലാണ് വേണ്ട. എടുക്കാത്ത കമ്പടിമാരെ എടുക്കാത്താൻ വേണ്ടി അന്തിപ്പുരത്തിലും കൃഷ്ണേശ്വരിയും വിഷ്ണുമൂർത്തിയും കെട്ടിക്കോരെടുത്തിരിക്കണ വീരണം സൂര്യാട്ടയും അഭിമാനം ഉണ്ടല്ലോ തറവാട്ടിനകത്തും. എടുക്കാത്തവരെ അതുകൊണ്ട് മൂന്നാമത്തോട്ട് കാണുന്നവരും അഞ്ചന്മാരും കരിവള്ളൂരപ്പനും ആയിരമംഗലത്ത് ഭഗവതിയും ധരിക്കുന്ന അഭിമാനമുണ്ട്. പെരുന്നിട്ട കമ്പടി പെരുന്നിട്ട ചാമുണ്ടി
അല്ലേ എന്നിരിക്കുന്ന അഭിമാനമുണ്ടല്ലോ അല്ലേ കളിമൂത്ത കമ്പനി ചെളിച്ചേരു എന്നിരിക്കുന്ന അഭിമാനമുണ്ട് പെരിയാൽ ഇടവണാൻ സമ്പ്രദായത്തിങ്ങൾ കോട തകമ്പടി പെരിയാൽ ഇടവണാൻ പുല്ലായിക്കോട അമ്പടി അവ്വാടക തകമ്പടി അതിയുടെ തടവണാൻ പുളിയപ്പുറ തകമ്പടി സ്വരത്തിൽ അകമ്പടി കാട്ടൂർ അകമ്പടി അതുകൊണ്ട് ചേരിപ്പാട് അകമ്പടി ഇടയിലെ തടവണാൻ പെരിമുടി അകമ്പടി പാലക്കൽ അകമ്പടി കല്ലോട്ട് അകമ്പടി വള്ളിയോട്ട് അകമ്പടി മുല്ലത്തേരി ഇടവണാൻ ചിറക്കര അകമ്പടി അതുകൊണ്ട് കരിക്കേരി അകമ്പടി കന്യാളപത്തിൽ 350,000 അകമ്പടിമാരുടെ ഇടവണന്മാരോടും തന്നെ ദേവൻ അന്വേഷണം കഴിക്കില്ല എന്ന് വേണ്ട അതുകൊണ്ട് അങ്ങനെ ഉരാമാരുണ്ടോ അല്ലേ കൊതോർമത്തുരാമ പൊണ്ണാർത്തുരാമ അല്ലേ രാമേ അതുകൊണ്ട് ചിറക് കെട്ടി പാറി പറഞ്ഞല്ലോ രാമേ ദേവനെ കാണാൻ തക്കവണ്ണം ചിറകിന് തട്ട് വരിക്കില്ല ഇത്രവണ്ണം അഭിമാനമായിട്ട് നടത്തുന്നല്ലോ ദേവൻ അല്ലേ ഉണ്ടല്ലോ ദേവൻ കൂടെ തന്നെ എന്നിരാശാധാരമായിട്ട് അതുകൊണ്ട് മറന്നു കളഞ്ഞേക്കരുത് ദേവരെ കേട്ടോ കഠിന പ്രയത്നം ചെയ്താ ദേവൻ കൂടി ഉണ്ടാകും അതുകൊണ്ട് ഒരാമരെ അവരോട് തന്നെ പങ്കുവയിലുണ്ടോ പങ്കുവയിലെ മുന്നാലും പൂനോദാവും കണ്ണങ്ങാട്ടവും 36 പുനരുവാളി മട്ടൂരി പഴമയും അഭിമാനം കുരാണ്ടിത്തെ കൊണ്ട് കൊള്ളാം നഗരം ഭർത്താക്കന്മാർ എൻ്റെ ചേരിയക്കാരന്മാർ അല്ലേ പള്ളിപ്പുറം തറവാട് വിലുവീട് തറവാട് പാലിക്കൽ തറവാട് ഒളൂർ തറവാട് അങ്കനവീട് കോട്ടമര തറവാട് ഉഗണ്ണ തറവാട് നെല്ലെടുക്കുന്ന തറവാട് പട്ടത്തൂർ തറവാട് അങ്ങനെ ഇരിക്കുന്ന പന്നിക്കുളത്ത് പാർത്ഥസാരഥിയും വെങ്കട്ടരമണ ദേവനും കൂളിക്കാട്ടിയും വിഷ്ണുമൂർത്തിയും കുറത്തിയും അങ്ങനെ ഇരിക്കുന്ന അഭിമാനമുണ്ട് അതുകൊണ്ട് ശരിക്കാരനാണോ ശരിക്കാര സന്തോഷമായി കേട്ടോ അല്ലേ പള്ളിപ്പുറത്ത് തറവാട് നിൽക്കുന്ന അഭിമാനമുണ്ട് അല്ലേ അതുകൊണ്ട് എൻ്റെ പന്നിക്കുളത്ത് പാർത്ഥസാരഥിയും വെങ്കിട്ടരമണദേവൻ്റെ കുട്ടിപ്പം 34 ഉണ്ടല്ലേ തറവാടാധാരമായിട്ട് ദേവനെയും വാലയത്തൊട്ട് വഴിയെ കൂടുന്നല്ലോ അല്ലേ നടത്തിട്ടുണ്ടല്ലോ ദേവനെ നേരെ വഴിക്ക് തന്നെ അതുകൊണ്ട് ദേവൻ തന്നെ അഭിമാനം ഒഴിക്കണല്ലോ രണ്ടിട്ടക്കൊണ്ട് കൊള്ളാം അതുകൊണ്ട് ആണ്ടൂരിനായിമാർ ചീരക്കാരൻ വിശ്വർമാവ് അല്ലേ അതുകൊണ്ട് പത്തുടിക്കാരന്മാർ നഗരത്തിൻ്റെ ചെറ്റാൻ കാരണം മനുഷ്യങ്ങൾ മടയാൻ നഗരം 32 അങ്ങനെ ഇരിക്കുന്ന അഭിമാനമുണ്ട് അതുകൊണ്ട് അല്ലേ നക്ഷത്രാദികൾ ഭൂമിത്രാനും മാടായി നഗരം അതുകൊണ്ട് നഗരോട് അങ്ങനെ തന്ത്രി ഉണ്ടോ അന്വേഷണം കളിച്ചില്ല എന്നെ വേണ്ട അല്ലേ ഇപ്പോഴും പറ്റ നിൽക്കേണ്ടതല്ല എൻ്റെ തന്ത്രി അല്ലേ അല്ലെ തൃക്കനാലപ്പൻ്റെ തന്ത്രി പനാലപ്പൻ്റെ തന്ത്രി അങ്ങനെ ഇരിക്കുന്ന ഇടമന വാഴുന്ന തന്ത്രി ഇടമങ്ങനത്തപ്പൻ്റെ അമരമോദിക്കത്തുള്ള അഭിമാനം ഉണ്ടല്ലോ അതുകൊണ്ട് കൊലക്കെട്ട ബ്രഹ്മം മുടിക്കെട്ട ഉച്ചുമൂര് പഞ്ചാസനം ഗായത്രി വാണാളം കൊത്തിന് അഭിമാനം ഐശ്വര്യം പ്രകാണ്ടിട്ടൊക്കെ കൊള്ളാം അതുകൊണ്ട് അങ്ങനെ കാർന്നോൻ ദേവന് മധുരമായിട്ട് അനുഭവിക്കാൻ കൊണ്ട് പ്രചാരണം ഇല്ലേ കാർന്നോൻ ദേവർ മുൻപെട്ട് നിന്ന് എന്നിട്ട് ശരി മുൻപേതുമായിട്ട് നാരണ എൻ്റെ അടുക്കട തമിഴ്മാരെ അതുകൊണ്ട് ദേവരും ഒത്തരാശികൾ നിന്നിട്ട് കൊണ്ട് പിടിച്ചടഞ്ഞാണല്ലോ അപ്പോഴിത് കന്നിരാശി തന്നെ ഇപ്പോഴും ഇതിന് മാറ്റം വന്നിട്ടില്ലല്ലോ ഞാനാ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയാൻ തീരുന്നില്ല കാര്യം തീർക്കല്ലോ അല്ലേ നിങ്ങൾ കൊണ്ടുപിടിച്ചിരിക്കുന്ന തകർപ്പും പൊളിപ്പും കൂടാണ്ടിട്ടൊക്കെ ദേവൻ മധുരമായിട്ട് എടുത്ത് അനുഭവിക്കണമെന്നാണല്ലോ വലിയ കാരണം ഞാനാ അതുകൊണ്ട് അടുക്കടയത്ത അകമ്പടിമാരെ ദേവരും ഒത്തരാശിയെങ്കിൽ നിന്നിട്ടാണല്ലോ ദേവനെ മധുരമായിട്ട് കൊണ്ടുപിടിച്ചത് അല്ല ഞാനൊന്നും നീയൊന്നും പാതിയൊന്നും പകുത്തുപടിയെന്നും ഒരുത്തൻ കരക്കെന്നും ഒരുത്തൻ കുഴിക്കെന്നും അങ്ങനെ ആക്കിയിട്ടില്ലല്ലോ ദേവൻ ഉണ്ടോ അങ്ങനെ ഏതാനും നിങ്ങളിൽ തന്നെ ഉണ്ടോ ഇല്ലല്ലേണ ദേവരും മഹാരോഗ രുദ്രാശിയിൽ നിന്നിട്ടാണ് ദേവന് എന്തിനാണ് ദേവൻ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് കേരള ഈ ദേവൻ്റെ അടുത്ത് കാണുപോലും കരുത്തും കണ്ടോടല്ലോ കേരള കാര്യങ്ങൾ പറഞ്ഞിട്ട് അനുകൂലത്തെ ഏറ്റുവാക്കണം അങ്ങനെ ഇരിക്കുന്ന ദേവനാകുന്നു വേനാട്ടുര്യം തിരുവനാഥൻ കുണ്ടംകുഴിയപ്പൻ എനിക്കൻ്റെ ശ്രീ മഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ അഭിമാന്യം പൊഴിച്ചിരിക്കുന്ന ദേവൻ തന്നെയാണല്ല എട്ടില്ലത്തിൻ്റെ ചട്ടിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് അഭിമാനത്തെ വീണ്ടെടുക്കണം നാളെ നടക്കുന്ന കാലത്തിങ്കൽ ഇനിയൊരു ഉള്ളിക്കുത്തിനിട വരുത്തിക്കൂടാ എൻ്റെ വലിയ വളപ്പ് തറവാടാധാരമായിട്ട് എന്നാണല്ലോ ദേവന് പറയാനുള്ളത് ഇല്ലേ കാരണം ലേണ അല്ലേ എടുക്കാട് തെങ്ങുംപിടിമാരെ ദേവരും ഒത്തരാശിയിൽ നിന്നിട്ട് വേണം ദേവന് കൊണ്ടുപോകാൻ ആത്മം പഴുത്തിട്ട് തന്നെ ആവണം അല്ലേ അതാണല്ലോ രുചി ഉണ്ടാവുക അല്ലേ അല്ലാതെ ആത്മാവിനകത്തെ ദേവൻ കുടിയിരുന്നിട്ടാവണം ഈ കർമ്മങ്ങളെല്ലാം കാരണം
ഇല്ലെങ്കിൽ ഇത് പൂർത്തിയാവുക അല്ലല്ലോ. എല്ലാ കർമ്മത്തിനും അല്ലേ ദേവൻ്റെ കർമ്മത്തിങ്കൽ കണ്ടാൽ എല്ലാം നിസ്സാരമാണ്. മധുപാനം ചെയ്യുന്ന ദേവൻ അല്ലേ, പച്ചിറച്ചിയും ഓട്ടിറച്ചിയും അല്ലേ ചുട്ടിറച്ചിയും വടക്കേം വാതിലുമായിട്ട് കയ്യേക്കുന്ന ദേവൻ, മധുപാനം ചെയ്യുന്ന ആ ദേവൻ്റെ അനുകൂലം കാണുന്നത് ഭക്തന്മാർക്ക് അല്ലേ ഒരു വാടനാറിന് സമാനം തന്നെ. അതിൽ മണമുള്ള പുഷ്പങ്ങൾ കോർത്തിട്ട് ദേവൻ അണിഞ്ഞാലോ അല്ലേ, അപ്പോൾ നിസ്സാരമായിട്ടൊന്നുണ്ടോ ധാരണ ദേവൻ്റെ അനുകൂലത്തിങ്കൽ അല്ലേ. ഏത് കർമ്മം ചെയ്യുന്ന കാലത്തും അത് പൂർവ്വഗുരുക്കന്മാർ ചെയ്തതുപോലെ തന്നെ ആവുന്നോ ഇല്ലയോ എന്നൊരു ചിന്ത വേണം അല്ലേ. എന്നിട്ട് വേണം ദേവൻ്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കാൻ. അതിലൊരു കരകളുണ്ടായി കാരണം അതേ ദേവന് ചൊല്ലിക്കെടുക്കാനുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഭയം ഉണ്ട് വരണം. കാടമേഘത്തന്മാരുടെ കോപങ്ങൾ ഉണ്ടാകും എന്നിരിക്കുന്ന ഭയമെല്ലാം അല്ലേ തടക്കത്തിനേ ഉണ്ടായി. വരുത്തിയോ ദേവൻ വരുത്തിയോ? ഒരു ഭയം വന്നിന് ഏവർക്ക് കാരണ അല്ലേ അടുക്കടത്താൻ പിടിക്കും. അതിനുശേഷം ദേവനെ അറിഞ്ഞിട്ട് തന്നെ ഇവിടെ കർമ്മങ്ങൾ ചെയ്തു. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും. കാരണ പറ്റട്ടിയോ? അന്ന് മുതൽ ഇന്ന് വരെ വർഷിക്കുമായിരുന്നു ഇന്ദ്രദേവൻ്റെ കോപം അല്ലേ. ഭയം വന്നിട്ടില്ലേ? ഭയം വരുത്തിയതാര്? ആരാണ? ആരാണാ ഭയം വരുത്തിയത്? ഇല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ചെയ്യട്ടെ ഓരോരോ കർമ്മങ്ങൾ ധാരണ. അല്ല ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ എല്ലാവരും ഭയം വന്നപ്പോൾ പേടിച്ചോടിയില്ലേ ധാരണ? ഞാൻ പറഞ്ഞതിൻ്റെ പൊരുള് മനസ്സിലായോ നാരായണ? അറിഞ്ഞല്ലേ? അപ്പോൾ നിസ്സാരമായിട്ട് കാണുന്നതേവനാ എത്ര ആഴത്തിങ്കൽ ഇറങ്ങി ചെല്ലണം വിലയെടുക്കാടെത്താൻ വേണ്ടി മാറേ. ആ ഭയം ഇന്ന് മാറിയോ? മാറിയനോ ഇന്നും ആ ഭയം അല്ലേ? എല്ലാവരും വിരണ്ട് ഓടിയില്ലേ? ഭയം മാറിയോ ഇപ്പോൾ ആ ഭയം? അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഭയത്തെ അനുകൂലത്തിൽ തന്നിട്ട് ദേവൻ നിങ്ങളെ കൊണ്ട് നേരായി വഴിക്ക് തന്നെ നടത്തി എന്ന് പറയുന്നത് ഒട്ടാ അപ്പൂ രാമ വിടുങ്ങാ ജോയിൻ വീട്ടിലെത്തോടെ തന്നെ. അതുകൊണ്ട് ഇങ്ങനെ തമിഴ്നാട് വിളിക്കേണ്ട ആധാരമായിട്ട് പ്രധാനമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ചൊല്ലി കഴിക്കാൻ വേറോട് തന്നെ. അതുകൊണ്ട് വേറെ കുടിക്കട്ട കാണാൻ കഴിഞ്ഞ ദേവൻ കാരണം അടുക്കളത്തെ നമ്മൾ വേറെ കുടിക്കട്ട ദേവൻ അതുകൊണ്ട് തന്നെ ആത്മസന്തോഷത്തോടു കൂടിയിട്ട് തന്നെ അനുഭവിക്കുന്നവൻ.
ദാമോദരൻ്റെ കുറവൊന്നുമല്ല അല്ലേ? അതുകൊണ്ട് ഇതൊരു നിമിത്തം അല്ലെങ്കിൽ ഇത്രയും ഭക്തി പുരസരാം ഈ ദേവൻ്റെ ഏഴുമത്തെ കണ്ണാണ് എൻ്റെ ദിവസക്കൊലെ കന്യാജ് കുറ്റം സാധിക്കും ഇല്ലല്ല അഭിമാന്യമായിട്ടൊക്കെ നാളെ നടക്കണം മഹാദേവൻ്റെ
എല്ലായിടത്തും ദേവൻ്റെ അടുത്ത് കർമ്മം ചെയ്യുന്നുണ്ട്. പനയാലപ്പനെ ധരിക്കനായ ബാക്കി കോശങ്ങൾ. അതിനാലും ദേവനെ അറിഞ്ഞിട്ട് സപ്തസ്വരത്തിൻ്റെ മാധുര്യത്തെ അറിഞ്ഞിട്ട് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അല്ലേ ദേവൻ കാരണവരും മന്യന്മാരും. അതുകൊണ്ട് കളിങ്ങോട്ട് തിരുന്തട്ടകമ്പടി, കളിങ്ങോത്തകമ്പടി, സമുദായത്തിൽ കോടോത്തകമ്പടി, പുതിയ തകമ്പണം, ഉണ്ടായിക്കോടെ അമ്പടി, ഒരുപാട് തകമ്പടി, അടിയുടെ തകമ്പടി, പുളിയപ്പുറ തകമ്പടി, ചക്കരമ്പടി. അതുകൊണ്ട് ആധാരമായിട്ട് ആധിക്യം വരയ്ക്കും എല്ലാ ഭക്തജനങ്ങളെയും പ്രത്യാന്തരപൂർവ്വം ഈ മഹോത്സവത്തിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം പുതുമ വടക്കേക്കര പ്രാദേശിക സമിതിയിൽപ്പെട്ട പുതുമ കുറുക്കൻകുന്ന് ശ്രീ വയനാട് മുതലവൻ. അതുകൊണ്ട് ദേവനോട് ആത്മാവിനെ അറിഞ്ഞിട്ട് ചെയ്യണം. എത്ര അതുകൊണ്ട് കൂടിയിട്ട് ദേവനെ അറിഞ്ഞിട്ട് നേരായ വഴി നടക്കുവിൻ നിങ്ങൾ. എന്നാൽ ദുഃഖത്തെ എല്ലാം ദേവൻ അറിഞ്ഞിട്ട് കർമ്മം ചെയ്യേണ്ട കൈകൊണ്ട് സിംഹാദേവൻ തൊഴിൽ നല്ലതാണ്. ദേവൻ തരാം. ഭയങ്കര ദേവൻ്റെ അവരൊക്കെ അല്ലേ വിഘ്നേത്തന്മാർ മന്ത്രകുട്ടികൾ മുന്നിലിരിക്കുന്ന അനുകൂലത്തിൽ നിന്നുകൊണ്ട് തൂവൽ തറവാട് ആധാരമായിട്ട് ദേവൻ്റെതായ കർമ്മം പൂർത്തീകരിക്കും. അതുകൊണ്ട് അതുകൊണ്ട് കമ്മീഷനുണ്ടോ? അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തോ. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടും വരുത്തില്ല അല്ലേ. പണിക്കറേ നിങ്ങൾ കൈയെടുത്താൽ എല്ലാവരും വിജയമാണ്. കുടുംബത്തെ പകർന്നു തന്നോദേവൻ കൂടിയിട്ട് ഊട്ടുമാകും ശ്രീകോവിലുണ്ട്. അവിടെ തന്നെ നിന്നാൽ പോരെ.
പരാതി വന്നിരുന്നു. പേരെങ്ങനെ ആൾക്കാരുണ്ട് ജനാർദ്ദന് ഇങ്ങനെ സൗഖ്യം തന്നെയാണ്. ദേവൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആക്കി തീർക്കുമല്ലോ എന്നിരിക്കുന്നൊരു ഭയമുണ്ട്. ജനാർദ്ദനെ അനേകം കാലം നിന്നില്ലല്ലോ. കർമ്മം ചെയ്യണ്ട നേരെ വഴി കാരണ മഹാദേവൻ മഹാദേവൻ്റെ വഴി നല്ല ദേവൻ്റെ പറയാനെന്തുണ്ടോ ദേവനോട് നല്ല ദേവനോട് നല്ല പിതാവ് നടന്ന വഴിയുണ്ട് നടക്കണം കൂടുതലേ പഴമയും അങ്ങനെ ഇരിക്കുന്ന ആ പ്രധാന നില എന്താണ് അതുകൊണ്ട് എൻ്റെയും വാരെ തൊട്ട് വയ്യ കൂടി അഭിമാനമായിട്ട് നടക്കുന്നുണ്ടല്ലോ. മഹാദേവൻ്റെ നടാൽ ആഗ്രഹിച്ചകാര്യം സാധിച്ചിട്ട് അന്നിന് ദേവൻ തന്നെ കഞ്ഞി കൊടുക്കേണ്ട വഴിയാണ് ദേവൻ ദേവൻ. ഏറ്റവും സന്തോഷമേറിയ മുഹൂർത്തമല്ലേ ഇത്? എൻ്റെ പരയാലപ്പൻ്റെ പുണ്യമായിരിക്കുന്ന മണ്ണിനകത്ത് പാർത്ഥസാരഥിയും 4 പാറ രക്ഷിച്ചിരിക്കുന്ന പരാശക്തിയുടെയും അനുകൂലം കൊണ്ട് അല്ലേ നമ്മൾ ഇരുവരും എന്നിരിക്കുന്ന മംഗള കല്യാണം പുനരാവിഷ്കാരമായിരിക്കുന്ന അനുഭവത്തിങ്കിൽ കൂടിയിട്ട് പുനരാവർത്തിരഹിതമായിരിക്കുന്ന ശാശ്വത പദവി എന്ന മോക്ഷ പദവിയെ നേടിയിരിക്കുന്ന ഭക്തന്മാർക്ക് അതിനെ വീണ്ടും അനുവർത്തനം ചെയ്യുവാനും അതിലുപരി അവരുടേതായ മനസ്സെങ്കിലും മുള പൊട്ടിയിരിക്കുന്ന നല്ലൊരു ആഗ്രഹമെന്ന ഒരു വിത്ത് അല്ലേ അതങ്ങനെ മുളച്ചു. തൃക്കണയാലപ്പൻ്റെയും പനയാലപ്പൻ്റെയും എൻ്റെ കുണ്ടംകുഴിയപ്പൻ്റെയും അനുകൂലം കൊണ്ട് ആവട്ടെ ഇന്നത്തെ ദിനം ആധാരമായിട്ട് ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ ചിന്തിക്കാമല്ല. വേറെ അകമ്പടിമാരും എൻ്റെ കെട്ടിലത്തോട് തന്നെ അല്ലേ ദേവരോട് ഈ അകമ്പടി അതുകൊണ്ട് ഈ മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണല്ലോ. കണിയാലപ്പൻ്റെയും പനയാലപ്പൻ്റെയും മുന്നേറ്റത്തെ കുണ്ടംകുഴിയപ്പ എന്നിരിക്കുന്ന ഈ അനുകൂലത്തിൽ നിന്നുകൊണ്ട് ശൈവ വൈഷ്ണവ തേജസ്സായിട്ട് ഇങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നക്ഷത്രമുദ്രത്തിങ്കിൽ ഉദിച്ചിരിക്കുന്ന ചന്ദ്രബിംബം പ്രകാശിച്ചതുപോലെ ഉദിച്ചിരിക്കുന്ന സൂര്യൻ്റെ പ്രഭ പോലെ ഇങ്ങനെ കുടിക്കണം നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ദുഃഖങ്ങളെല്ലാം തീർന്നു തൃക്കാലത്തമ്പടിമാരെ ആത്മാവിനകത്ത് കുളിരും വെള്ളം പകർന്നുവോ ദേവൻ ഇരുവരും. അതുകൊണ്ട് ഇനി എന്തെല്ലാമാണ് നിങ്ങൾ എന്നിരിക്കുന്ന കണ്ണിനും കാതിനും കുളിർമ ഏകേണ്ടത് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരു ചരടെങ്കിൽ ഉറപ്പിക്കണം അല്ലേ മുഹൂർത്തവേളയെങ്കിൽ അല്ലേ അങ്ങനെയാണല്ലോ അപേക്ഷിക്കുന്നുള്ളത്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാര്യാദികളും കൈയെടുത്തതിൻ്റെ ശേഷം തറവാടാധാരമായിട്ട് കാല് കഴുകി കര കയറിൻ്റെ ശേഷം ജോലി കഴിക്കാനാണ്. ഇപ്പോൾ കൈയെടുക്കാമല്ലോ ഇവിടെ ഇങ്ങനെ എവിടെ നിന്ന് ജോലി കഴിക്കാമല്ലോ. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ കാര്യങ്ങൾ ആ നിലയെങ്കിലായിരിക്കും അപ്രകാരമാണ്. രാമാ ഇവിടെ ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നീട് പറയാനുള്ള കാര്യം നാളെ നടക്കട്ടെ. മഹാദേവൻ കഴിഞ്ഞ അതെല്ലാം ഇഷ്ടല്ലേ കൈ എടുക്കാതെ മലയാളപ്പാടിരിക്കുന്ന സമസ്തബന്ധത്തും എൻ്റെ കന്യാഭക്തന്മാരുടെയും അനുകൂലം കൊണ്ട്
തന്നെയാണല്ലോ അല്ലേ? കാരണം നിലപാട് അധികം ചേർത്ത് വച്ചിരിക്കുന്ന കരുക്കളായിട്ട് ഞാനും വലിയ ജനാധിപത്യ മഹാഭാഗ്യം മുന്നിൽ തന്നെ ജ്ഞാനമാണോ എല്ലാവർക്കും അറിയാലോ? അങ്ങ് പോലെ കേട്ടോ. തറവാട്ട് പെണ്ണുങ്ങളെ എത്ര കാലമായി പെണ്ണുങ്ങളെ? അനേക കാലം കഴിഞ്ഞല്ലോ പെണ്ണുങ്ങളെ ദേവനെ കാണാൻ. അതുകൊണ്ട് എൻ്റെ വിലവെടുപ്പ് തറവാടാധാരമായിട്ട് വൃക്ഷം തന്നെയാണല്ലോ പെണ്ണുങ്ങളെ. അതുകൊണ്ട് കണ്ടല്ലോ ദേവനെ, ആർത്തം കൊണ്ട് എടുത്തല്ലോ. അനേകം മത്സരം കഴിഞ്ഞിട്ട് ഇരുവരെയും ഇങ്ങനെ കാണാൻ തപസ് ചെയ്തല്ലോ പെണ്ണുങ്ങളെ. തപസ് മുഴിക്കുക. അവനെ കണ്ടോ? കണ്ടല്ലോ ദേവന അല്ലേ? അനേക കാലമായില്ലേ തപസ് മുഴുക്കല്ല ഇപ്പോ അല്ലേ? ഈ ദേവരെ എപ്പോഴും കാണാൻ പറ്റുക അല്ലേ? അടുക്കാലത്താണ് അകമ്പടിമാരെ സാധിക്കുക. എത്ര സംവത്സരം കഴിഞ്ഞു അല്ലേ ദേവതങ്ങളെ. അതുകൊണ്ട് ഈ തറവാടാധാരമായിട്ട് എടുക്കത്തിയാൻ വേണ്ടി മുന്തിക്കുറത്തിയും വിഘ്നേശ്വരും വിഷ്ണുമൂർത്തിയും
ചൂളിയാർക്കൈയും കെട്ടിക്കൊടുത്തിരിക്കുന്ന പടവീരനും അങ്ങനെ ഇരിക്കുന്ന തറവാട്ടിനകത്ത് എൻ്റെ വലിയ വളപ്പ് തറവാടാധാരമായിട്ട് എൻ്റെ അടുക്കാടകത്ത് അകപ്പടി മാറിനിട്ടിരിക്കുന്ന വലുതായിരിക്കുന്ന പട വൃക്ഷം ഒന്ന് പടർന്ന് പന്തലിച്ച് പൂവുകളും കായകളും നിറഞ്ഞല്ലോ അതില് അല്ലേ തറവാട്ടിനകത്ത് പണാളവും വർധനവും അഭിമാനങ്ങളും ഐശ്വര്യങ്ങളും ദേവനുണ്ടാക്കി തന്നല്ലോ അല്ലേ ദേവതങ്ങള് അതാണ് കുറവ് വരുത്തിയിട്ടല്ലോ. അതുകൊണ്ട് കാലുകഴുകി കരകയറിയിരിക്കുന്ന അനുകൂലത്തിൻ്റെ നാളെ നടക്കുന്ന ആകാരത്തിങ്കൽ നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളെയും തന്നിട്ട് രക്ഷിക്കുവാനായിട്ട് 8 സർവത്തിനൊമ്പത് വയനാട് സർവം സർവനാഥൻ കുണ്ടം കഴിയപ്പാൻ എനിക്കുണ്ട് ശ്രീമഹാദേവൻ തിരുവടയുടെ നല്ലതാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അന്നന്ന് നടത്തിച്ചു തരുന്ന ദേവനാണ് മധുപാനം ചെയ്യുന്ന ഈ ദേവൻ. അതുകൊണ്ട് എല്ലാവരും കഞ്ഞി കുടിക്കണല്ലോ ദേവതങ്ങളെ അല്ലേ അകമ്പടിമാരെ. കഞ്ഞിക്കൊരു കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, മധുരമായിട്ട് കഞ്ഞി കുടിക്കല്ലോ. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരികളും 10 പ്രാവശ്യം ചൊല്ലി കഴിക്കാം. അതുകൊണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ദേവനോട് ഇങ്ങോട്ട് പറയാമല്ലോ. എൻ്റെ അടുക്കാടൊക്കെ അകമ്പടിമാരെ അനേകം കാലാസം വരുത്തണല്ലോ ദേവൻ മുടിയല്ലിട്ട്. അനേകം കാലം കഴിഞ്ഞിട്ടാവും ദേവനെ കാണുന്നത് തന്നെ. അതുകൊണ്ട് തൊണ്ടയുടെ വണ്ണാമലൊന്ന് നിൽക്കണമല്ലോ അല്ലേ. അതുകൊണ്ട് എങ്ങനെ നിങ്ങളെ കണ്ടല്ലോ ദേവന് സന്തോഷം തന്നെ ആകല്ലോ അല്ലേ. അതുകൊണ്ട് ഇരിപ്പിടത്തിലാവാമല്ലോ. തീരം വിളിച്ചിട്ടുണ്ടോ നിങ്ങൾ അനുഭവിക്കാം. ഉത്തരാശികൾ പുനരാവർത്തനമായിരിക്കുന്ന ശാശ്വത പദവി എന്ന ധർമാർത്ഥ കാമമോക്ഷം എന്നൊരിക്കുന്ന ഒരു ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് സത്തവന്മാരായിരിക്കുന്ന നിങ്ങളുടെ ഗുരുവന്മാരെ പതിനാലപ്പൻ്റെയും പതിനാലപ്പൻ്റെയും കുണ്ടംകുഴിയപ്പൻ്റെയും അനുകൂലത്തിൽ അല്ലേ ഇങ്ങനെയൊന്ന് കൂടിക്കാണാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തന്നു അല്ലേ കഥപ്പടിമാരെ. നിശ്ചതോ ഇത് അല്ല നിർമ്മിച്ചതോ എന്നാ നിശ്ചയിച്ചതോ അത് കഥപ്പടിമാരെ. നിശ്ചയിച്ചാൽ അറിഞ്ഞുകൂടാത്ത നിഷ്കളങ്ക ബ്രഹ്മം എന്ന വസ്തുവിന്റെ ഇടക്കാട്ടമർന്നിരിക്കുന്ന നരസിംഹമൂർത്തിയുടെ അനുകൂലം കൊണ്ട് നിങ്ങൾ 10 വരെ വന്നിരുന്നു പ്രവർത്തനം വിളിക്കുന്ന കാലത്ത് എന്തുണ്ടായിരുന്നു എടുക്കാത്തമ്മമാരെ നിങ്ങളുടെ കരത്തിൽ ഞങ്ങളെന്നിരിക്കുന്ന വിശ്വാസം എന്ന ശക്തിയല്ലാത്ത ഒരു പിടി വിത്ത് അല്ലേ എടുക്കാത്തമ്മമാരെ. 4 അക്കന്മാരെങ്കിൽ നിൽക്കുന്ന അനാദരമാക്കി തീർക്കാണ്ടതൊക്കെ വണ്ണം അങ്ങനെ തെക്കുന്ന വടക്കോട്ട് നിറവട്ടം പിടിച്ചു പോകാൻ ആലത്തിക്കൽ മലയാളപ്പാന്നിരിക്കുന്ന നിഗമകൽപ്പ വൃക്ഷച്ചുവട്ടിക്കൽ ആ ഒരു പിടി വിട്ട് വാരി നിങ്ങൾക്ക് സാധിക്കും. അതിന് മലയാളപ്പാന്നിരിക്കുന്ന തിരിച്ചടയിൽ നിന്നിട്ട് ഒഴുകിയിരിക്കുന്ന തീർത്ഥം വന്നിരിക്കുന്ന അമൃത തീർത്ഥം കൊണ്ട് നിങ്ങൾ അതിനെ നഷ്ടനാക്കി വളർത്തി വെള്ളം വിട്ടറിഞ്ഞു പോയൊരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം അല്ലേ ആ കലക്കെല്ലാം ഒഴിഞ്ഞു. നിങ്ങളെ പ്രാപ്തന്മാരായി നിങ്ങളെ പ്രാപ്തന്മാരാക്കി കാലദോഷം എന്നിരിക്കുന്ന ജരാതരകളിൽ ബാധിച്ചു പോയോ കാട്ടമ്പടിമാരെ. ജനനവും പരണവും നിത്യ ദുഃഖം തന്നെയത് അതിലുപരിയായിട്ട് നിത്യ സത്യവും തന്നെയത് അല്ലെ. അതിലൂടെയുള്ളതായ അത് ഞങ്ങളെന്തിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന കർമ്മബന്ധത്തിങ്കിലേക്ക് ചേർത്ത് വെച്ചു നിങ്ങളുടെ കാരണവന്മാരും അല്ലെ നിങ്ങളുടെ പിതാമഹന്മാരും. ഇന്നോ ഈ ഒരു മുഹൂർത്തം ഉദിച്ച മുഹൂർത്തമല്ലേ എടുക്കാത്തമ്മമാരെ. ഇത്രകാലം നിങ്ങളെന്നിരിക്കുന്ന മനസ്സെന്നിരിക്കുന്ന പന്തൽക്കകത്ത് നിറഞ്ഞിരിക്കുന്ന ഞാനും മുമ്പേ കന്യാഭാമരും ഇങ്ങനെ ഒരു ഭാഗ്യം അല്ലേ എടുക്കാത്തമ്മമാരെ എപ്പോഴും ശ്രദ്ധിക്കുമ്പോഴേ ഭഗവാനെ അല്ലെ മോക്ഷത്തിന്റെ കടലായ ഭഗവാൻ
ജനവധി എന്നിരിക്കുന്ന സംസാര ദുഃഖത്തിങ്കൽപ്പെടക്കാണ്ട് ഞങ്ങളെ അല്ലെ കൈവല്യ പൂർത്തിയാക്കുന്ന ഭഗവാൻ തന്നെ ചേർത്ത് പിടിച്ച് രക്ഷിക്കണം എന്നിരിക്കുന്ന പ്രാർത്ഥന അല്ലെ ഈ തറവാടിങ്കൽ കാല് കഴുകി കരകയറി ഞാനും എൻ്റെ കന്യാസം നിങ്ങളുടെ ആഗ്രഹം എന്തിരിക്കുന്നതായ അല്ലെ കഥപടിമാരെ അല്ലെ മലയാളപ്പന്റെ മുന്നമായിരിക്കുന്ന മണ്ണിനകത്ത് ഈ നാല് പാറയിക്കൽ എന്റെ കഥപടിമാരിക്കുന്ന കുടുംബാധികന്മാർ കൊത്തിയ കണി അല്ലെ കഥപടിമാരെ ഗതദക്ഷനായിരിക്കുന്ന ഭഗവാൻ ശിവനാരായണമൂർത്തി വഴി കാട്ടി നിങ്ങൾക്ക് അല്ലേ നല്ലൊരു വഴിവിളക്കല്ലേ ഞാൻ കാലമെന്ന വൃക്ഷപ്രയുദ്ധത്തിങ്കൽ ആരോടാണ് അടരാടേണ്ടതെന്നറിഞ്ഞ് തളർന്ന് വീഴുന്നതിനൊരു വഴി വരുത്താണ്ട് നിങ്ങളെ തീർത്ത് പിടിച്ച് രക്ഷിപ്പാൻ ഞങ്ങളെ എൻ്റെ തെക്കിനാലപ്പൻ്റെ വസാരയും രക്ഷിക്കപ്പെടുത്ത പഴവീരനും ഞാനും ഇല്ലപുരത്തിൽ പ്രാർത്ഥിക്കായിരുന്നു അതേ കാരണം കൂടെ നിന്ന് വിശ്വസിച്ചു കൊടുക്കാത്ത പടിമാരെ ചാടിക്കളയില്ല ഭഗവാൻ തള്ളിക്കളയില്ല നിങ്ങളെന്ന കുടുംബാധികന്മാരെ ഇനി ഏതൊരു കാലം അല്ലേ എപ്പോഴാണോ ഇങ്ങനെ ഒരു ഭാഗ്യം മഹാഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് അത്ര വരയ്ക്കും മഹാദുരിതങ്ങളിൽ വെച്ച് കളയാണ്ട് തക്കവണ്ണം ഭഗവാൻ തന്നെ രക്ഷിക്കുന്നുണ്ട് ഭഗവാൻ തന്നിരിക്കുന്ന നന്മുടി വ്യക്തമാക്കില്ല കേട്ടോ തമിഴ്മാരെ പരിശ്രമത്തിന് ഫലമുണ്ടാക്കി തന്നില്ലേ അല്ലേ അതിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനായിട്ട് ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയെങ്കിലും ഇങ്ങനെ കളിച്ചിരിക്കുന്ന അനുഭവം അവിടെ ഇതിഷ്ടരെ യാഗം പോലെ ആക്കി തീർക്കാണ്ട് അല്ലേ ആഗ്രഹിച്ചതിനും അപ്പുറമായിട്ട് തൻ്റെ കാലശേഷം തൻ്റെ പ്രജകളെ അല്ലെ തൻ്റെ രാജ്യത്തെ രക്ഷിപ്പാനായിട്ട് ഒരു പുത്രൻ വേണമെന്ന് കരുതിയ ദശരഥന് അല്ലെ ദേവൻ എപ്പോഴാണ് കണ്ടത് ഒക്കെ പറയാൻ പറ്റുക അതുകൊണ്ട് അനേകം കുടുംബസ്ഥരെ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കാണാൻ അധികാർ കിട്ടാത്ത നിധിയാണ് അല്ലേ ഈ ദേവൻ അതുകൊണ്ട് മുഴുവനാട് നിശ്ചയിച്ചാൽ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളുമാണല്ലോ ഈ ദേവൻ്റെ അങ്ങനെ ഇരിക്കുന്ന ആ ദേവൻ ഈ തറവാട്ടിനകത്ത് കാല് കഴുകി കയറിയത് പുണ്യം തന്നെയാണല്ലോ അല്ലേ സുഖത്തിൽ ലഭിച്ചല്ലോ തറവാട്ട് കുടുംബാധന്മാർക്കെല്ലാം ദേവരട്ടം അല്ലേ ആഗ്രഹിക്കാത്ത കാര്യമാണല്ലോ കണ്ണ് തുടർക്കെ നിങ്ങളെന്നിരിക്കുന്ന കണ്ണിന് കാതിന് കൊടുക്കുമ്പോൾ ഏകം നല്ലത് അല്ലേ പിന്നെ എപ്പോഴും ആർക്കും പറയാൻ പറ്റുമോ കുറച്ച് പറയിലോട്ട് കാലത്ത് ഇങ്ങനെ ഒന്ന് കാണാൻ ദേവനെ അതുകൊണ്ട് ചെയർമാൻ്റെ അമ്മ കൊടുക്കുന്ന തമിഴിലും കുടിക്കുന്ന കഞ്ഞിക്കും വാട്ടത്തെ തീർത്തിട്ട് മഹാദേവൻ ഇവിടെ നടന്നാൽ ദേവനുണ്ടാക്കി തരണം എന്നാണല്ലോ ഇതെവിടെ കൊടുക്കാം ഞങ്ങളുടെ മാണിക്യങ്ങളെ അല്ലേ മടി അതിൻ്റെ മാറ്റം കുറയാണ്ട് പ്രസിദ്ധമായിരിക്കുന്ന നിങ്ങളുടെ ഭക്തി കൊണ്ട് പോയി ഞങ്ങളെ എടുക്കാത്ത മുടിമാരെ തീരം അനുഭവിക്കുന്ന ദേവൻ തന്നെ ആണോ ഞങ്ങള് അമൃതമായി പോരുന്ന വസ്തു നിങ്ങൾക്ക് പകർന്നു തരണ്ട ദേവൻ അനുഭവിക്കട്ടെ ഇവിടെ തന്നെ അനുഭവിക്കട്ടോ
അന്നമയാതി പഞ്ചകോശങ്ങളാൽ മറയപ്പെട്ടിരിക്കുന്ന കൊടുക്കുന്ന ഈ ശരീരത്തിൻ്റെ ലോകത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ തേജസ്സിങ്കൽ നിമിത്തം വഴിഞ്ഞൊടുങ്ങിയിരിക്കുന്നതായ തീർത്ഥം അല്ലെ പഞ്ചലിംഗേശ്വരൻ. അത് തന്നെ നിങ്ങൾക്കും അവരായിട്ട് ഭവിച്ചത് കേട്ടാ. അനേകം ബദ്ധപ്പാടെല്ലാം അനുഭവിച്ചു അല്ലേ. അതിനെ ഒന്ന് പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനായിട്ടും ഉള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾ, അഹോരാത്രമുള്ള നിങ്ങളുടെ കഷ്ടപ്പാടും അല്ലേ. അങ്ങനെ
നല്ലൊരു ശുഭമംഗള പര്യവസാനമാണല്ലോ ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇനി കാലതാമസം വരുത്താണ്ട് ആവോളം ഭക്തന്മാരുടെ മനസ്സ് നിറച്ചതുപോലെ ഈ ഒരു അനുഗ്രഹം എന്നും അവർക്ക് തന്നെ പകർന്നു കൊടുക്കാൻ ഞങ്ങൾ ഇരുവരും തുണയായിട്ട് പോരുന്നുണ്ട്. ആവട്ടെ. നാരദരാമേ, ഭാരയിൽ ദേവാന്തരിക്കുന്ന നിഗമകൽപ്പവൃക്ഷച്ചുവട്ടിങ്കിൽ നിന്നിട്ട് സത്തായി സിദ്ധിച്ചിരിക്കുന്നതായ കരുത്ത് പറിച്ചു നട്ടിരിക്കുന്ന ഭാഗത്തപ്പന്റെ പുണ്യമായിരിക്കുന്ന മണ്ണിനകത്തും വെണ്ണം വെള്ളം തുണയായി നിന്നിരിക്കുന്ന ജഗതീശ്വരൻ തന്നെയോ നാരദരാമേ, ആഴനീർ വർണ്ണന്റെ അരക്കൻ കടാക്ഷം കൊണ്ട് ജീവിത ദുഃഖത്തെ മറികടക്കാൻ സാധിക്കുന്ന പരമഭക്തന്മാരെങ്കിൽ തന്നെ ചേർത്ത് വെച്ചിട്ടുള്ളത് അല്ലേ നാരദരാമേ? മഥനം ചെയ്തു നിങ്ങൾ പുതിയമായിരിക്കുന്ന കാലത്ത് അല്ലേ നശിച്ചു പോയിരിക്കുന്ന പുണ്യമായിരിക്കുന്ന ദിക്കിനകത്ത് ആ ചിതൽപുറ്റുകളെയെല്ലാം ആ വാത്മികത്തെയെല്ലാം തുടച്ചു നീക്കിയിട്ട് ഞങ്ങൾ എന്നിരിക്കുന്ന ചൈതന്യത്തെ വീണ്ടും ഒന്ന് കുടം ചെയ്തെടുക്കാനുള്ള ഭാഗ്യം തന്നിട്ടുണ്ടല്ലോ അല്ല, അത് മതി. അനർത്ഥങ്ങൾ അല്പത വന്നു പോയിട്ടുണ്ടെങ്കിലും അല്ലേ കൂടിക്കാണാൻ സാധിക്കുമല്ലോ. ജനനവും മരണവും അത് ജീവിതത്തിൽ സംഭവിച്ചു വരുന്ന അനുഭവങ്ങൾ അല്ല. ഏതായാലും ഇവിടെയോ ഇങ്ങനെയൊരു ഭാഗ്യം തന്നില്ലേ നാരദരാമേ? സൗഭാഗ്യമല്ലേ ഇത് അല്ലേ? പൂർവന്മാർ അനുഷ്ഠിച്ചു വന്നിരിക്കുന്ന കർമ്മ വഴി അത് തന്നെ ഏറ്റെടുക്കാനുള്ള മഹാഭാഗ്യം നന്ദിയായിട്ട് ഭവിക്കട്ടെ. കേട്ടോ പദാർത്ഥരാമേ, സന്തോഷമല്ലേ അല്ലേ? ചേർന്ന് നിൽക്കാനുള്ള മഹാഭാഗ്യം തന്നു ഞങ്ങളെല്ലാവരും. ആവട്ടെ. തിരുമാൽപുരത്തിരിക്കുന്ന അതുപോലെ ഏതാനും വിഷമത വന്നു പോയനാ അല്ല ദൈവത്തെടുത്ത് നിർത്താൻ സാധിക്കുക അതുകൊണ്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന കർമ്മങ്ങൾ ഭഗവാൻ വിനയത്തോട് കൂടി പൂർത്തീകരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ അനുകൂലം നാളെ നടക്കുന്ന കാലത്തിങ്ക എൻ്റെ സിംഹാദേവൻ്റെ കൂടെ നല്ലാൽ അങ്ങനെ ദയാത്തോട് തന്നെ തീരങ്ങളൊന്നും ഇല്ലല്ലോ. ആവട്ടെ. അറിയിക്കട്ടെ. എൻ്റെ കത്തിയ ഇവിടെ ഇങ്ങനെ ചിന്തിക്കാമല്ലോ. പാദം കഴുകാനും ഭാഗ്യം വേണം, സ്വീകരിക്കാനും ഭാഗ്യം വേണം. അത് അറിഞ്ഞു ചെയ്യേണ്ടത് അനുഭവമാണ് കേട്ടോ പൈതങ്ങളെ. ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുവാൻ ഇപ്പോഴും അനേകം വത്സരം കഴിഞ്ഞിട്ട് കണ്ടിരിക്കുന്ന അനുഭവങ്ങളാണല്ലോ. അതുകൊണ്ട് കാല് കഴുകി കര കയറിയിട്ടാണല്ലോ പഠിച്ചിരുന്നിട്ട് തീരം അനുഭവിക്കേണ്ടത് ഞങ്ങളെ. അതുകൊണ്ട് ഗുരുക്കന്മാരെ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. വരണാ എല്ലായിടത്തേക്കും നാരായണെത്താൻ പറ്റുക അല്ലേ മാരാ? അല്ലേ പൗരത്തിങ്കല് പൈതങ്ങൾക്കാണ് ഇതെല്ലാം അറിയേണ്ടത്. പൈതങ്ങളാണ് തറവാടിന്റെ കിട വിളക്കായിട്ടുള്ളത് അല്ലേ? നിത്യവും ദൈവം തെളിയിക്കേണ്ടവര് അവരാണല്ലോ അല്ലേ പൈതങ്ങളെ? അതുകൊണ്ട് അതുകൊണ്ട് പൈതങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന നല്ലൊരു നേരം അല്ല പൈതങ്ങളെ അല്ലേ വാഴ്ത്തിയ? എത്രയോ കാലമായിട്ടുള്ള ആഗ്രഹത്തെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയ നേരം. അതിന്റെ മലയാളപ്പുറം ഞങ്ങളും സാക്ഷിയായി നിന്നല്ല അല്ലേ? ഇനിയോ എപ്പോഴൊന്നും അറിയില്ല അല്ല പൈതങ്ങളെ? ഇങ്ങനെ ഒരു അതിഥി സൽക്കാരം ചെയ്യാൻ ഒരു ഭാഗ്യം എപ്പോഴാണെന്ന് അറിയില്ല. എങ്കിലും ഇത് മതി ഞങ്ങൾക്ക് അല്ലേ വിനയഭ്രാന്തൻ? നിങ്ങൾ എന്നിരിക്കുന്ന കുടുംബാധികന്മാര് ആവോളം ഇതിനെ അല്ലെ ഒന്നിന്ന് തുടങ്ങി ചേർത്ത് വെച്ചു. നിങ്ങൾ സകല ഭക്തന്മാരും നിങ്ങൾക്ക് തുണയായിട്ട് കരുത്തായിട്ട് തന്നു. എന്നതാ ഈ ആരൂഢവും അല്ലെ പരിപൂർണമായി മാറത്തടിച്ച് കരഞ്ഞ ദിക്കല്ലേ ഇത് അല്ലെ ഭാഗ്യ? നിങ്ങളെന്ന
കുടുംബ വൃക്ഷത്തിങ്കിൽ നിന്നിട്ടും ഒരു മണി അളന്ന് വീണപ്പോഴ് അല്ലേ നിങ്ങളുടെ കണ്ണീര് വീണതിക്കല്ലേ ഇത്. അവിടെ ഇതാ ഞങ്ങളായിരിക്കുന്ന പാദം ഒന്ന് അല്ലെ സ്പർശിച്ചിട്ട് ജന്മഭാഗ്യമായിട്ട് കരുതിക്കോ കേട്ടോ ഭാഗ്യ. ഞങ്ങളായിരിക്കുന്ന എൻ്റെ കന്യാഭ്രന്തൻ എന്നിരിക്കുന്ന ഈ മഹാഗ്നിയെ നിങ്ങൾ ഏറ്റുവാങ്ങിയത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് കേട്ടോ. അവിടെയാണ് അത് സൂക്ഷിച്ചോ. അത് ആളിപ്പടർന്നുകൂടാ അല്ലെ കന്യാഭ്രന്തൻ. അണയാതെ നിത്യദൈവമായിട്ട് നല്ലൊരു ജ്യോതിസായിട്ട് വിളങ്ങാൻ ഭക്തിയോട് കൂടിയിട്ട് അതിനെ മനസ്സിൽ സൂക്ഷിച്ചോ. എത്ര കാലമായി ദൈവത്തെ അറിയാൻ പറ്റുമോ? അതുകൊണ്ട് പൂർവ്വഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഇന്നുള്ള കുഞ്ഞിരാങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടല്ലോ. ഇതിന് നാരായണ കഠിന പ്രയത്നം ചെയ്തിട്ടുള്ളതാണ്. എല്ലായിടത്തും ദേവനെ കാണാൻ കഴിയാത്തതിൻ്റെ ഭാഗ്യം നാരായണൻ പൂർവ്വകാലത്തിങ്കലെ വസിച്ചിരിക്കുന്ന ഈ പുണ്യഭൂമിക്കകത്തും ഈ ഭവനത്തിനകത്തും ദേവനെന്ന് കാലുകളിൽ കരകയറാൻ അനേകം കാലമായി ആത്മാവിനകത്ത് ദേവനോട് അപേക്ഷിക്കുന്നുണ്ട്. ഉപേക്ഷിച്ചിട്ടില്ല. ഉപന്നെടുത്തിട്ട് നേർവഴിക്ക് നടത്തിയത് കണ്ടോല്ലോ ദേവനങ്ങളെ. കണ്ടോ ദേവൻ? എപ്പോഴും ഇനി കാണാൻ പറ്റുമോ? പിന്നെ എപ്പോഴാണ് കാണുന്നത് ആർക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ വിധങ്ങളെ. അപ്പോൾ ഈ ദേവനെ എങ്ങനെ സ്വീകരിക്കണം? ഈ ദേവൻ എങ്ങനെയായാലും സന്തോഷം തന്നെ. ആരെയും ബുദ്ധിപ്പിക്കുന്ന ദേവനല്ല, സൗഖ്യത്തെ കൊടുത്തിട്ട് രക്ഷിക്കുന്ന ദേവനാണ്. അതുകൊണ്ട് ഒന്നും വേണ്ട. നിങ്ങളുടെ ദുഃഖത്തെ എല്ലാം ദേവനേറ്റെടുക്കും. നിങ്ങൾക്ക് ആയുരാരോഗ്യത്തെയും സൗഖ്യത്തെയും ഐശ്വര്യത്തെയും പകർന്നു രക്ഷിക്കുന്ന ദേവൻ തന്നെ. അക്ഷരത്തിനും കവയനാർത്ഥനും തിരുവനാഥൻ കുണ്ടൻകുഴിയപ്പൻ എനിക്കെന്റെ ശ്രീമഹാദേവൻ തിരുവനയുടെ എന്നുള്ളതാൽ അനുഭവിക്കട്ടെ ദേവൻ. വിഷജ്വാലയ ദേവനെടുക്കട്ടോ. അമൃതായി പോരുന്ന മനസ്സിൽ നിന്നിട്ടും കറന്നെടുത്ത വസ്തു തന്നെ ഇത് കേട്ടോ. അതിബാലനായിട്ടും കാണുന്ന ഭഗവാൻ ബ്രഹ്മാവിന്റെ താതനുമായിട്ട് വർത്തിക്കുന്ന സർവീശ്വരന്റെ മനസ്സുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത് കേട്ടോ പൈതങ്ങളെ. അതിനെ സ്വീകരിക്കണം. കൊല്ലാനായിട്ട് അല്ലേ വിഷം പുരട്ടി വന്ന പൂതനക്ക് മോക്ഷം കൊടുത്തതുപോലെ എൻ്റെ കുഞ്ഞുകിടാങ്ങളെ ഒന്നിനെയും തള്ളിക്കളയാണ്ട് എല്ലാത്തിനെയും ചേർത്ത് പിടിച്ചിട്ട് ഒരു ചരടിൽ കൊർത്ത മാല്യമായിട്ട് ഞങ്ങളെന്ന മൗലിയിലേക്ക് അണിയിക്കും ഞങ്ങൾ കേട്ടോ. അതിന് ഭാഗ്യമുണ്ടാക്കി തരാം. സ്വീകരിക്കാൻ തന്നെ ബന്ധം സ്വീകരിക്കാം. അതുകൊണ്ട് വിഷത്തെ ഞാൻ എൻ്റെ കണ്ടത്തിങ്കൽ വെക്കട്ടോ. അമൃതായി പോരുന്ന വസ്തുവേ സർവാട്ടിനകത്തും ഭവനത്തിനകത്തും ദേവൻ പകർന്ന് തന്നിട്ട് രക്ഷിക്കാം. അനുഭവിക്കട്ടോ. ഇതങ്ങളെ ദേവനോട് തന്നെ ദേവനെടുക്കട്ടോ. വിഷയത്തെല്ലാം സന്തോഷം തന്നെയാണല്ലോ. എൻ്റെ പേരെങ്ങനെ അഖിലേ എല്ലാ മഹാവ്യാധിയും ദേവൻ അതുകൊണ്ട് അതിലൊരു ദേവൻ ഉണ്ടാക്കി കൊടുത്താൽ പറ്റും. അതല്ല അനുഭവിക്കട്ടെ ദേവൻ. കൊണ്ടേലെ വണ്ണാമല നീങ്ങല്ലോ. അതുകൊണ്ട് തിരുമുടി പ്രസാദം എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിഗ്രഹങ്ങളല്ലേ ഭക്തി വിശ്വാസ ശ്രദ്ധയോട് കൂടിയിട്ട് അതുകൊണ്ട് കുഴി എപ്പോഴും അപത്ത് വരത്തില്ല. ഞങ്ങള് അവരും അതുകൊണ്ട് പറയാം. അതുകൊണ്ട് സന്തോഷം കാണാമല്ലോ. അനുഭവിക്കട്ടെ. രാമോദരൻ എന്റെ കൂടെ നിന്നത് ആരാന്റെ കാലത്ത് പിടിച്ച് ഒരു കൊന്നനെ ചെയ്തിട്ടാണല്ലോ എൻ്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് അന്നെ കലങ്ങിയതിന് അന്ന് എന്നെ തെളിയിക്കുന്ന ദേവൻ തന്നെ ലേരണ. അതുകൊണ്ട് കറകലെട്ടുകൾ അത് തീർത്ത ദേവൻ എന്നിട്ട് നേരായ വഴിക്ക് നടത്തിക്കും ഈ ദേവന്റെ അനുഗ്രഹത്തിൽ. ഞങ്ങളുടെ ഇല്ലല്ലോ ഇങ്ങനെ തിരിച്ച് കാണണം. ഇത് തന്നെ ദേവന് പറയാനുള്ളത്. ദേവൻ എങ്ങനെയാണ് കൊണ്ട് മുമ്പ്
മുമ്പിലെ പല്ലുകൊണ്ട് വിളിക്കച്ചിരിക്കും മണലിലെ പല്ലുകൊണ്ട് അരിശവും കഴിക്കും മുമ്പിൽ നിങ്ങളെങ്ങനെ ആയിക്കൂടാ തിരിച്ച് കാണുന്നത് ദേവന്റെ മുമ്പിൽ അതാണ് ദേവനാത്മ സന്തോഷം ഈ ദേവൻ അതുകൊണ്ട് അനുഭവിക്കട്ടോ സഹോദരാ സന്തോഷത്തിങ്കിലാവട്ടെ കേട്ടോ ആദിത്യ. ഏറെ ചൊല്ലണ്ടല്ലോ. കാരണം ജന്മം കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യം നേടിയിരിക്കുന്ന നല്ലൊരു മുഹൂർത്തമല്ലേ ഇത്. മറ്റാർക്കും സിദ്ധിക്കാത്ത ഈ അഭൗമമായിരിക്കുന്ന ആ സൗഭാഗ്യത്തെ നമ്മെ ആ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് സ്വീകരിക്കാൻ അല്ലെ നിങ്ങളെന്ന കുടുംബാധികന്മാർക്ക് വേണ്ടിയിട്ട് അതിനെ ഏറ്റെടുക്കാനുള്ളൊരു മനസ്സുണ്ടാക്കി തന്നുമല്ല. അത് എന്നും ഭക്തിയോട് കൂടിയിട്ട് തന്നെ നിലനിർത്തിക്കോ കേട്ടോ വാക്യ. കുടുംബാധികന്മാർ അല്ലെ ആ കുടുംബബന്ധത്തിങ്കിൽ ഇടച്ച വരുത്തിയിട്ടില്ല ഇത്ര വരേക്കും. അത് നിങ്ങളെന്ന കുഞ്ഞിക്കിടാങ്ങൾക്കും അതിൻ്റെ നന്മയെ പകർന്നു കൊടുത്തോ കേട്ടോ. ശേഷം വേറിട്ടാനുമില്ലല്ലോ. കാലം അല്പതവന്ന് അതിക്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഞാനൊന്ന് വർത്തമാനം കൊള്ളാൻ ഭാവിക്കാം കേട്ടോ. എവരോടും തന്നെ വൈദങ്ങളെ ഇനി കൂടി കാണുന്ന കാലത്തെങ്കിലാവട്ടെ കേട്ടോ. അത്ര വരയ്ക്കും മഴ പോലെ വരേണ്ടതിനെ മഞ്ഞ് പോലെയാക്കി തീർത്തിട്ട് പനയാലപ്പനും ഞങ്ങളും തുണയായിട്ടുണ്ടാവുമെന്ന് വിശ്വസിച്ചോ നിങ്ങളെവരോട്. കൈയെടുക്കാം എൻ്റെ കവിതപ്പ. കൊണ്ടുപിടിപ്പിന്റെ അനുകൂലത്തിങ്കൽ പുണ്യഭൂമിക്കകത്ത് തെക്കനാലപ്പ എന്നിരിക്കുന്ന അനുകൂലത്തിങ്കൽ ഇതിന്റെ വലിയ പറയാൻ പറ്റില്ല. അത്ര വിരക്കം ദേവൻ കൂടെ ഉണ്ടാകും. നേരായ വഴിക്ക് നടത്താൻ അതേ ദേവൻ. പോല ദേവൻ രക്ഷയായിട്ട് ഇനി അതിന് കാലതാമസം വരുത്താൻ കാര്യസാധ്യം വരുത്തി തന്നിട്ട് അടിച്ചിരിക്കുന്ന ആ കുട്ടി ഒന്ന് കൊടുക്കണം. നേരെ നാളെ നടക്കുന്ന കാലത്തിൻ്റെ ഒരു കാവ് കൊണ്ടൊരു വൃക്ഷം കൊണ്ടൊരു കാവാകും. കൂട്ടായ്മയുടെ പരിശ്രമമാണല്ലോ ഈ തേജോരൂപം തന്നെ അല്ലേ. അതുകൊണ്ട് ഉത്തരാശിയെങ്കിൽ നിൽക്കവൻ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തെ അരിഞ്ഞിട്ട് കർമ്മങ്ങൾ ചെയ്യവൻ അഭിമാനമായിട്ട് വിളങ്ങേണ്ട കൈവല്യമിത ഈ ദേവനുണ്ടാക്കി മഹാദേവൻ തിരുവടിയാണതാ. പ്രകാശമനായിട്ട് കാണേണ്ട കൈവല്യത്തിന് ദേവൻ സാക്ഷിയാക്കി നേരായ വഴിക്ക് നടത്തിയിട്ടും മഹാദേവൻ അതുകൊണ്ട് കൈയ്യെടുക്കാത്ത ഇപ്പോൾ ഇങ്ങനെ അവിടെ കൈയ്യെടുക്കും. അല്ല അത് നേരത്തെ ആ വിലയെങ്കിലും നമ്മൾ ഉഗ്രമായി ചെയ്യാതെ അനുഭവിച്ചാക്കി തീർക്കണ ദേവൻ അങ്ങനെയാണല്ലോ. ആ മുഹൂർത്തത്തിങ്കൽ അന്ന് ഒഴിഞ്ഞിരിക്കുന്ന അല്പത വിധി
അത് അന്ന് തന്നെ അതിൻ്റെ വേണ്ട പ്രകാരം ഇവിടെ ചെലവഴിച്ചിരുന്നെങ്കിൽ ദേവന് വേണം. ഒഴിച്ചു വെച്ചാൽ ദേവൻ്റെ എങ്ങനെ ഈ മുഹൂർത്തങ്ങളെല്ലാം കഴിഞ്ഞാലും ഇതിലും ഏതാനും മിച്ചം വന്നാലോ കാരണം ഒഴിച്ചു വെക്കുക. ദേവൻ ഒന്നേ പറയാനുള്ളൂ, അത് ഒഴിച്ചു വെക്കാൻ പാടുള്ളതാണ്. ഒഴിച്ചു വെച്ചാൽ വീണ്ടും ദേവന് കാണാൻ വീണ്ടും സ്വരൂപിക്കാം. അത് ദേവന്റെ ഈ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. അങ്ങനെ ദേവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അറിഞ്ഞോ? വേറെ ദേവന്റെ മഹോത്സവം കഴിഞ്ഞിട്ട് ആ ധനം ഒഴിഞ്ഞാൽ മുലത്ത് ധനമായിട്ട് അത് സൂക്ഷിക്കാൻ പാടുള്ളതല്ല. ദേവനോടും ദേവന് പറയാൻ അങ്ങനെ ചോദിച്ചതെല്ലാം വീണ്ടും ദേവനെ കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ വിഷമതകൾ അനുഭവിക്കേണ്ടവരുണ്ട്. കാണുന്നത് സന്തോഷമുള്ളവരുമുണ്ട്. വീണ്ടും വിഷമത്തിലാക്കിക്കൂടല്ലോ ദേവൻ. ഇന്ന് പൂർവ്വകാലത്ത് ഇതുപോലെയാണ്. ദേവനെ കാണാൻ അനേകം കഠിന പ്രയത്നങ്ങളുണ്ട്. അതിലനേകം ദുഃഖങ്ങളും സന്തോഷങ്ങളും ഉണ്ട്. എൻ്റെ വിചാരി ഇത് രണ്ടും അനുഭവിക്കേണ്ടവർ ഇത്രയും കഠിന പ്രയത്നങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെയാണോ ദേവനാക്കി തീർത്തത് എന്ന് പറയാനുള്ള വരുത്തിക്കൂടാ. ആത്മസന്തോഷത്തോട് കൂടിയിട്ട് അനേകം കാലം കഴിഞ്ഞിട്ട് മതി ദേവനെ കണ്ട ഇനിയുള്ള കാലം അത് വേണമെങ്കിൽ തന്നെ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ധനം ഇതിന് വീണ്ടും ഒഴിച്ചു വെക്കാൻ അതായത് ഒഴിച്ചു വെക്കണ്ട. ദേവന് പറഞ്ഞ മൊഴിയുണ്ടല്ലോ ഈ കാലത്ത് പറഞ്ഞ കാര്യങ്ങള് അത് ഒഴിച്ചു വെച്ചാൽ അത് അവർക്ക് തന്നെ ഇരട്ടിയാക്കിയിട്ട് ദേവന് കൊടുക്കേണ്ടതായിട്ട് വരും. മനുഷ്യങ്ങളെ പൂർവകാലത്തിങ്ങളെ എങ്ങനെയാണ് ദേവൻ കഞ്ഞി കുടിച്ചത്? ഒരു മൂലധനമായിട്ട് ധനം വളർത്താനുണ്ടോ? ആഴത്തിലെറിഞ്ഞ വെച്ചുണ്ട് അല്ലേ? അത് ഏവർക്കും കൊടുക്കും. അത് ഇരട്ടിയാക്കിയിട്ട് വാങ്ങിച്ചിട്ടാണ് ദേവന്റെ കഞ്ഞി കുടിച്ചത്, അല്ലാതെ ധനം കൊണ്ടല്ല. ഒരു കാര്യത്തിനും ധനം കൊടുത്തിട്ടുമില്ല പൂർവ്വകാലത്തിങ്കിൽ. ദേവചാരി അറിയുമല്ലോ ഏവർക്കും അതെ. അത് പൊതുവിന് കൊടുക്കലില്ല കാരണ അല്ലേ? ദേവന് വീടുന്നായ മധുവെല്ലാം നിങ്ങൾ തന്നെ ഉണ്ട്. ഒന്നും ധനം കൊടുത്ത് വാങ്ങിക്കേണ്ടത് നായാട്ട് കൈയെടുക്കുന്ന ആൾക്കാരത്തിനും ഒന്നും കൊടുക്കേണ്ടത്. അവരെല്ലാം ദേവൻ അറിഞ്ഞിട്ട് കൊണ്ട് തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കാലത്തിന് മാറ്റം വന്നിട്ടുണ്ട്. മാറ്റത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കാരണം അല്ലല്ലോ. അതുകൊണ്ട് അതാണ് സാധാരണ മഹാദേവൻ്റെ ദേവൻ. അതുകൊണ്ട് ഒരു കാലത്ത് മധുരമായിട്ട് ഒരു ദേവൻ തിരിച്ച് നോക്കട്ടോ. അങ്ങനെ ഒരു കമ്പടിമാരെ ദേവർ തന്നെ ശരി കാണാ നവരാ അത് ദേവർ ഹരീഷേ കർമ്മം ചെയ്യുന്നുണ്ടല്ലോ ദേവന്റെ വരണ. ദേവന് സന്തോഷം ഹരീശനും എല്ലാ അറിവും ദേവൻ കൊടുത്തിട്ടുണ്ട്. ഒരു കുറവും വരുത്തിട്ടില്ല. ഇത്ര വരയ്ക്കും അടിച്ച് തെളിച്ച് കെട്ടി വരുത്തിയിട്ടേ അതിൻ്റെ അനുഗ്രഹം ഹരീശനും സന്താനങ്ങൾക്കും ദേവനുണ്ടാക്കുന്ന പറയും ഇതല്ല. അതുകൊണ്ട് അല്പത ദുഃഖമുണ്ട്. ദുഃഖത്തെ വിധാതാവിത്തിന് നമ്മുടെ ചുറ്റും ദുഃഖത്തിൻ്റെ രേഖകളും പഠിപ്പിക്കുന്നില്ല. അതിനിടയിൽ വരുന്ന നിത്യ പരിതാപത്തെ നാളും നാളെ നടക്കുന്ന കാലത്തിൻ്റെ ദുരിതത്തെ തീർത്തിട്ട് ഐശ്വര്യത്തെ കൊടുത്തിട്ട് ദേവൻ നേരായി വഴി കടക്കാൻ മതി. ഇത് അനുഭവിക്കാൻ മതിയല്ല. അനുഭവിക്കട്ടെ ദേവൻ നേരെ ഓരോ പൂജാരി പത്തനംതിട്ട ദേവനോട് തന്നെ അടുക്കാനായിട്ട് അമ്മമാരെ നരണ നവര വീട്ടിലത്തോടെ തന്നെ വീട്ടിലത്തിൽ കവയനാടും സ്വരുവനാണ് കൊണ്ടംകുഴിയപ്പൻ എനിക്കുണ്ട്. സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ ിരിക്കുന്ന ഉറവാണ്. കാരണം ഏവരും
ഇവിടെ കലവറച്ച് ഏർപ്പെടുത്താക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ കൊടുക്കണം. ഞാൻ കൊടുത്താൽ കാലതാമസം വരും. കൊടുത്താൽ മതി. ദേവൻ സങ്കല്പത്തിനനുസരിച്ച് കൊടുക്കുന്ന കൈയെടുക്കുക. അതിന് വേട്ട് കഴിക്കുക. സമയം വിശ്വാസങ്ങളെ നമ്മുടെ അതുകൊണ്ട് അത്ഭുത അവസരത്തിന് കൊടുക്കാൻ അവിടെ ഒരു ഒരുക്കം ചെയ്യണം. പുറത്ത് പേർക്ക് ദേവൻ അനുഭവിക്കട്ടെ. ദേവൻ ഇങ്ങനെ പഞ്ചരസത്വം കൊണ്ടും ദേവനെ ഇതിൻ്റെ ഹൃദയം മഹാലോകരിക്ക് ഈ പുണ്യഭൂമിക്ക് ഹൃദയവും എൻ്റെ ശ്രീമഹാദേവൻ തിരുവഴിയെ നടന്നാൽ ദേവനുണ്ടാക്കി തന്നിട്ട് രക്ഷിച്ചവരും ദേവരോടും തന്നെ അതുകൊണ്ട് ഇങ്ങനെ കണ്ട് കലവറത്തിൻ്റെ ദൈവത്തെ കേട്ട കളിച്ച ഒന്നും കൂടിയാ അവിടെ ഇരുന്നോ ഞാൻ ഇങ്ങോട്ട് നോക്കിയേ.
ഒച്ചപ്പെടാ കുതിരക്കളക്കാരാ അമൃതർശക്കാരാ നാലിട്ടാരാ പണിക്കറേ അതുകൊണ്ട് പണക്കാരാ അതുകൊണ്ട് തിരുശലം മുൻപേതുമായിട്ട് കൊടുവനാട് 12 മകരം മരുമോനും 3 തറക്കകത്തെ കരുമനാദിമാരോട് തന്നെ അതുകൊണ്ട് അനേകം പറഞ്ഞിട്ട് കാലതാമസം വരുത്തേണ്ടല്ലോ കുട്ടികൾ കാലം അനകാലമായിരിക്കുന്ന കാലമാകുന്നത് അതുകൊണ്ട് അടുക്കാട് തകമ്പടിമാരെ അതുകൊണ്ട് തകമ്പടിമാരും ഇടവണന്മാരും കൂക്കളവനും ഉണ്ടാകും തകമ്പടി അല്ല മൂന്നാമത്തെ കാന്തവരും എന്തവരും ആയതുകൊണ്ട് അവമ്പടിമാരും ഇടവണന്മാരും ഏവരും ഉണ്ടാവും അതുകൊണ്ട് ഇവനെ നരണ ദാമോദര അതുകൊണ്ട് വേറെ കുമാര അനീഷ വിജയ രാജ അതുകൊണ്ട് എട്ടിലെത്തോട് തന്നെ 8 കവയനാട് തിരുവനാൻ കൊണ്ടമൊഴിയപ്പൻ എനിക്കെൻ്റെ സിംഹാദേവൻ തിരുവടേ നല്ലതാൾ ഗംഗാര വക്ര അതുകൊണ്ട് അതോട് തന്നെ അതുകൊണ്ട് അനേകം മൊഴി കൊണ്ട് ശോഭിക്കണ്ട ഇപ്പോൾ പറഞ്ഞിട്ട് പൊടിങ്ങനെ വേണ്ട അത്തമ്മയും കൊള്ളാലോ ദേവൻ കൈപ്പവർച്ചയായിട്ട് വന്നിരിക്കുന്ന എത്തിയിട്ടുണ്ടല്ലോ ദശപുഷ്പങ്ങളിൽ ഒരു സൂര്യമെന്ന് കരുതിയിട്ട് ഹരി ആരാധന ചെയ്യുമെന്ന് നിങ്ങൾ ലേരണ അതുകൊണ്ട് അല്പത പറയാലോ അല്ലേ അതുകൊണ്ട് പൊടിങ്ങനെ അത്തമ്മയും കൊള്ളാൻ നിൽക്കാം കൊണ്ടം ഭാവിക്കാം അന്ന് വയനാട്ടിൽ മലനാട്ടിൽ ശേഷിവട്ടവും കാര്യങ്ങളിലാണ് കൊട്ടമ്പള്ളി കടക്കമ്പള്ളി കൊണ്ടയ്ക്കയും കൂടി കോട്ടവാതിക്കൽ തണ്ട നജയങ്കൊരിപ്പണിക്കൽ തുമരിക്കല്ലാടി ചങ്ങാതി മുരിക്കഞ്ചേരി ചുടവൻ മുണ്ടയാടൻ മാവില മരുതിയോടൻ ഇങ്ങനെ ആറിലെത്തി അകമ്പടിമാരും വൈക്കാവരായിട്ട് തെക്കുന്ന് വടക്കോട്ട് നിറവട്ടം പിടിച്ചു അന്ന് ഉച്ചക്കത്തെ കഞ്ഞി എതിരത്തെ തോറ്റം കഴിഞ്ഞ് പീഠം കയറിൻ്റെ ശേഷം കൈച്ചൂട്ടറിയും വിശേഷത്തിങ്കൽ അവർ വന്ന് കൈയെടുത്തതിൻ്റെ വയനാട്ട് കോട്ട മുൻഭേദമായിട്ട് നിങ്ങൾ വന്ന കാര്യത്തെ ഞാൻ അറിഞ്ഞു തുയഞ്ചേരിയിലത്തെ അകമ്പടി നജയങ്കൂര പണിക്കറ എന്ന വചനം ഞാൻ വിചാരിച്ചു അന്ന് ഞാൻ എൻ്റെ ദിവസക്കൊരുന്ന ഒരു ഉപായത്തിങ്കൽ വെച്ച് കൊടുത്തു അന്ന് 3 ദിവസം നടന്നാലെത്തതായ പരിപാടി 3:15 നാഴിക കൊണ്ട് പാറിപ്പറന്ന് ആന്തൂരടി മണിമാടം മുൻഭേദമായി ശേഷിപ്പെട്ടു ആന്തൂരും കുന്നൂരും മാതമംഗലവും തിമിരിയും 5-2 സ്ഥാനം മുൻഭേദമായി ശേഷിപ്പെട്ടു അതിനകത്ത് തൃപ്പും കുളിയും നൽകി നായാട്ടും ജയം വരുത്തി കൊടുത്തത് സിംഹാദേവൻ ഇവരുടെ നല്ലതാൽ 6ാമത് വള്ളരിമാടം മുൻഭേദമായി ശേഷിപ്പെട്ടു അതിനാധാരം തിമിരിക്കല്ലാടി സോമേശ്വരി തിരുനെറ്റിക്കല്ലിലപ്പൻ തിരുവർക്കുന്നത്ത് ഭഗവതി മീൻകുളത്ത് കൃഷ്ണനും കയ്യാധാരമായി 7ാമത് കുറ്റിയേരി വടക്കേം വാതിലാധാരമായി ശേഷിവിട്ടന്ന് കുന്നിലും കോലാർക്കുന്നും ചെട്ടിയാർക്കുന്നും പൗവൻകുന്നും വൈൻകടവും നേരിയോട്ടുസുരവും 72 മഖമ്പടിയും കയ്യുറപ്പ് നൽകി അതിനകത്ത് തൃപ്പും കുളിയും നൽകി നാട്ടും ചേമ്പുരുത്തി കൊടുത്തു എൻ്റെ സിംഹാദേവൻ ഇവരുടെ നിലതാൽ 8ാമത് വെട്ടുനാട്ടിൽ പ്രധാന നാട് വാഴുന്നവിടെയവർ നാട്ടിൽ നിന്ന് മലനാട്ടിൽ ഞങ്ങളുടെ കൂടെ ദൈവം കൈയെടുത്തിട്ടുണ്ടല്ലോ നാട് വാഴുന്ന ഉടയവരെ എന്ന് കേൾപ്പിച്ചു അങ്ങനെ ഒരു ദൈവം കൈയെടുത്തിട്ടുണ്ടെങ്കിൽ പന്തമരത്തിന് കയറി ചെത്തിക്കോരി മറവിളച്ച് കൊള്ളയണം എന്ന് കൽപ്പിച്ചു നാട് വാഴുന്നത് അന്ന് കോട്ടവാതിക്കൽ കണ്ടാൻ ചെന്നു പന്തമരത്തിൽ ചെത്തിക്കോരി മറവിളച്ച് എതിരത്തെ തോറ്റവും കഴിപ്പിച്ചു അതാണല്ലോ ഇന്ന് കാണുന്ന ഈ തോല കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ മറ ദേവചാരി അതുകൊണ്ട് അന്ന് ഉച്ചക്കത്തെ കന്യാധാരം നേരത്തെ നിലയിലേക്ക് പോരുന്ന കാലത്ത് കുറിച്ച് തല കോത്ത് വെച്ച് തന്നാൻ എൻ്റെ കോട്ടവാതിക്കൽ തണ്ടാൻ്റെ ഉപമയോ നാടുവാഴുന്ന ഉടയൻ്റെ കൽപ്പനയോ അയ്യോ ചെള്ളയും കുറിച്ചിയും അനുഭവം വരുന്ന ദേവനല്ല എൻ്റെ ശ്രീമഹാദേവൻ ഇവരുടെ നല്ലതാൽ അന്തിക്കത്തെ അത്താഴ നേരത്തെ വടക്കേയും പാതകമായി എളിമ വിട്ട് കയ്യേറ്റാളാമെന്ന് ഞാൻ മൊഴിയടക്കും നാട് വാഴുന്നവിടെ ഇവരുടെ കരണത്തിൻ്റെ അറിഞ്ഞു അത്രയും ഉചിതമുള്ളവർ ദേവതയെങ്കിൽ അന്തിക്കത്തെ അത്താഴം നേരത്ത് പച്ചയിറച്ചിയും വടക്കേം വാതിലുമായി നരിപ്പുറത്ത് കയ്യം വെച്ച് തെളിമ വിട്ട് കയ്യേറ്റോളെ വേണ്ടു എന്ന് കൽപ്പിച്ചു നാട് വാഴുന്നു ഇതുകൊണ്ടും മതിപോരാ എന്ന അവസ്ഥ കരുതി കഴുകം വരാൻ തീർത്തുകൊണ്ടേ മതിപോരും എന്ന അവസ്ഥ വിശേഷിച്ചു പിറ്റേന്നാൾ ഉച്ചകരി നയ്യടി നേരമാകുമ്പോൾ കഴുകം വരാൻ തീർത്തുകൊള്ളൂ ചെന്ന് പേടിക്കുന്നോൻ ഭയപ്പെടുന്നോൻ തിമിരിക്കല്ലാടി പേടിക്കേണ്ട ഭയപ്പെടേണ്ട എനിക്ക് തിമിരിക്കല്ലാടി നിദ്രാവസ്ഥയെങ്കിലും സ്വപ്നത്തെ കാട്ടിക്കൊടുത്തു അന്നേ കാക്കക്കം വരുന്തനും മെരിക്കാൻ വൃക്ഷമില്ലാതെ മണൽപ്പുറ പ്രദേശത്തെ നാഴിക്കോട്ട് തറയങ്ങൾ ചെങ്ങാതി മുരിക്കൻ ചുടവൻ മുണ്ടയാടൻ മാവില മരുതിയോടൻ ആറിലെ തകമ്പടിമാർക്കും നിദ്രയിലെ സ്വപ്നത്തിൽ തട്ടാനെ കൊണ്ട് വീരുപാത്രവും മന്ത്രപാത്രവും മീൻകോലും ഇറച്ചിക്കോലും നെരിപ്പടയും വെപ്പിച്ചു നാട് വാഴുന്ന ഉടയവനെ കൊണ്ട് അംശത്തെ പറയിച്ചു നടത്തിയിരിക്കുന്ന കഴുകുമരം നിറപ്പിച്ചു തെട്ടിനെ വിളിച്ച് വളയും തീർത്തു തിരുമുടിക്ക് പട്ടും മുൻകൈക്ക് വളയും കൂലസ്വരൂപത്തിങ്കൽ വാഴും ദൈവം വാഴും വയനാട്ടുകുലവൻ എന്ന നാമധേയത്തെ വിളിച്ചുവല്ലോ എൻ്റെ നാട് വാഴുന്ന ഉടയവൻ ലേവുചാരി അഭിമാനം പൊഴിച്ച ദേവൻ തന്നെ എൻ്റെ
സിംഹാദേവൻ്റെ നല്ലതാൽ ഇതുകൊണ്ടും മതിപോരാ എന്ന് കരുതി കയറ്റിയും മുണ്ടപ്പുറത്തും ശേഷിപ്പെട്ടു. നെയ്ത്തറ കടന്നു കരുകൽ നെയ്ത്തറയോടും കിളിലാടിയോടും കായൽ ചെറുകുന്ന് ഇരണ്യായൻ തടത്തേപ്പുറം 5 2 7 വരിവൻ ഭേദമായി ശേഷിപ്പെട്ടു. അതിനകത്ത് തൃപ്പും കുളിയും നഞ്ചും നായാട്ടും ജയം വരുത്തി കൊടുത്തു എൻ്റെ സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ അന്ന് അള്ളട സ്വരൂപത്തിങ്കൽ ആനവാദിക്കൽ കരിവീരനും കോട്ടച്ചേരി പൊട്ടറെ കന്നിരാശിയും കിളങ്കൂട്ടി സ്വരൂപത്തിങ്കൽ ചെരുക്കവീരനും ചള്ളത്തോറും കോട്ടപ്പാറ കുഞ്ഞിക്കോരനും കവയനാട് സ്വരൂപത്തിങ്കൽ അണിയഞ്ചെരുക്കത്തെ അണിഞ്ഞപത്തിക്കേളനും ചെറുക്കളത്തെ കേളനും 3000 വട്ടം നാട്ടിനകത്ത് കൊട്ടിയാടിയും തലപ്പച്ചേരിയും 5000 വട്ടം നാട്ടിനകത്ത് കല്യാണത്തും 5 കൂപ്പളത്തെ കേളനും ഇങ്ങനെ ഒക്കനാലും വഴക്കത്തെ വരുത്തിയല്ലോ എൻ്റെ സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ അന്ന് ചാൽവഴക്കം കോളിക്കര ഉച്ചക്കത്തെ കഞ്ഞി മൈന്തമ്പിൽ മന്തിയുറക്കെ കൊട്ടപ്പറ ഇങ്ങനെ ഒക്കനാലും എട്ടില്ലത്തിൻ്റെ ചെറ്റയ്ക്ക് പറ്റിയിട്ടെങ്കിലും അഭിമാനം പൊഴിയിച്ചിരിക്കുന്ന ദേവൻ തന്നെയാണല്ലോ. കോലസ്വരൂപത്തിങ്കൽ വാഴും ദൈവം വാഴുമുണ്ട് സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ നരണ. അതുകൊണ്ട് വിശ്വസിക്കാതെ ദേവനെ വിശ്വസിക്കുമെങ്കിൽ നേർവഴി നടക്കും. എല്ലാ കാര്യത്തിനും സാക്ഷിയും തണലുമായിട്ട് ദേവൻ കൂടെ ഉണ്ടാവും. ക്ഷീരശാല മുൻഭേദമായിട്ട് 3 തറക്കത്തുള്ള അഭിമാനത്തിന് മേൽത്തറയെങ്കിൽ വസിച്ചിരിക്കുന്ന ദേവൻ്റെ ഈ പുണ്യഭൂമിക്കകത്തെ എൻ്റെ കൊട്ടപ്പാറ തറവാട് ആധാരമായിട്ടുള്ളതായ പുണ്യഭൂമിക്കകത്തെ ഈ ദേവനെ കൺകുളിർക്കെ ഏവരും ഒന്ന് എല്ലാ ദേവന്മാരും സാക്ഷിയും തണലുമായിട്ടുണ്ട് ഈ ദേവൻ്റെ കൂടെ അല്ലേ വിചാരി. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന മഹത്തരമേറിയിരിക്കുന്ന ഒരു അനുഭവം തന്നെ എൻ്റെ വലിയോളപ്പ് തറവാട് ആധാരമായിട്ട് ഈ ദേവനെ ഇവിടെ കൺകുളിർക്കെ കാണുവാനും നേർവഴിയായിട്ട് നിങ്ങൾ നടക്കുവാനുള്ള അനുകൂലം ഇനി ഉള്ളത്ര കാലങ്ങളും ദേവനെ കാണുന്ന അത്ര കാലത്തെങ്കിലും ആയുരാരോഗ്യത്തോടും സൗഖ്യത്തോടും ഐശ്വര്യങ്ങളോടും കൂടിയിട്ട് വൈഡൂരം വിളയുന്ന പുജഭൂമിയാക്കി തീർത്തിട്ട് നേരെ വഴിക്ക് നടത്തേക്ക് വിട്ടാരണ. അതുകൊണ്ട് താമര ഏവരോടും തന്നെ അതുകൊണ്ട് അസ്തമയം കൊല്ലട്ടോ ദേവൻ അനേകം പറഞ്ഞിട്ടുണ്ട് കാലതാമസം വരുത്തണ്ടല്ലോ. എന്നെ കണ്ടാൽ നിങ്ങൾക്കും നിങ്ങളെ കണ്ടാൽ എനിക്കും എത്ര കണ്ടാലും മതി പോരും എന്നൊരവസ്ഥ വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒട്ടും കൊണ്ട് തറവാടാക്കാൻ വീണ്ടും ദേവനെ കൺകൊള്ളത്തെ കാണുവാൻ അവിടെയും ദേവൻ രക്ഷിക്കണം, നേരായ വഴിക്ക് നടത്തിച്ചേക്കണം ഈ ദേവൻ. അങ്ങനെയാണല്ലോ ദേവനോട് അപേക്ഷിക്കുന്നത്. അതുകൊണ്ട് അവിടെയും മുൻതറക്കത്തിലായ എൻ്റെ ക്ഷീരശാല മുൻപിനായിട്ടുള്ള അഭിമാനത്തിന് ദേവൻ കൂടെ ഉണ്ടാവും. നേരായ വഴിക്ക് നടത്തി തരും, ഒരു ദുഃഖത്തിനും ഇടവരുത്തിട്ടില്ല. അതുകൊണ്ട് ദേവൻ അസ്തമയം കൊല്ലട്ടോ. അതുകൊണ്ട് ഹരി നാരായണ എന്നോ ഹരി ഗോവിന്ദ എന്നോ
What?